ഹലോ ഗൈസ്, നോയമ്പൊക്കെയല്ലേ, നമുക്കിന്നൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതാ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. പിന്നെ നമ്മുടെ പച്ചമുളക് നടുവേ കീറിയെടുക്കുക. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലോട്ട് നമ്മൾ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ചെറിയ തീയിൽ നമ്മൾ വേവിക്കാൻ വെക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ. എന്നിട്ട് അതും ഒരിച്ചിരി സമയം മൂടി വെച്ച് നമ്മൾ വേവിക്കുക. പക്ഷേ പൈനാപ്പിൾ ഉടഞ്ഞു പോകരുത്, ശ്രദ്ധിക്കുക. അതിനുശേഷം പൊടികളായിട്ട് കായപ്പൊടിയും ജീരകപ്പൊടിയും ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തൈര് മിക്സ് ചെയ്യുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ തൈര് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും തൈര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് തീ അധികം കുറച്ചിട്ടിട്ടോ അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടോ വേണം അത് ഒഴിച്ച് മിക്സ് ചെയ്യാം. പിന്നെ വറവിട്ടാൽ മതി. വറവിടാനായിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയിട്ട് പൊട്ടിക്കുക. പിന്നെ നമ്മൾ അതിലോട്ട് കുഞ്ഞുള്ളി അരിഞ്ഞ് മൂപ്പിക്കുക. ഇവിടെ കുഞ്ഞുള്ളി ഇല്ലാത്തതിന് സവോള ചെറുതായിട്ട് കുഞ്ഞുവിനെ അരിഞ്ഞായിട്ടേക്കുന്നത്. പിന്നെ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ കറിവേപ്പിലയും അതോടൊപ്പം തന്നെ നമ്മുടെ വറ്റമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം, നമ്മൾക്ക് കറിക്ക് കുറച്ച് നല്ല കളറൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി മുളകും കൂടി ഇതിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ കാശ്മീരി മുളകും കൂടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളകും കൂടി ചേർത്ത് ഇതാ നമ്മളിവിടെ വറവിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പിയാണിത്. അപ്പം ഈ നോയമ്പ് കാലത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം തന്നെ ഇത് തേങ്ങയൊന്നും അരയ്ക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കൂടുതൽ ഇത് വെക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്